മാമ ഹോർലിക്സ്. സച്ചിൻ കുടിച്ചത് ബൂസ്റ്റ് ആയിരുന്നു. സച്ചിൻ ക്രിക്കറ്റ് കളിക്കാരനല്ലേ മാമ? മോളാച്ചൻ പല്ല് വെച്ചില്ല, ആ ബ്രഷും പേസ്റ്റും എടുത്തോട്ട് വാ. ചെല്ലേ. വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഞാൻ തിരക്കില്ല, പിന്നെ വിളിക്കാം. ഞാൻ തിരക്കില്ലല്ലോ, പറഞ്ഞു എന്തെങ്കിലുമൊക്കെ പറയടാ. ഞാൻ കിട്ടിയത് നിങ്ങളെയാണോ? നിക്കറിട്ട് തുള്ളത് നിങ്ങളുടെ തന്തയാണോ? എന്റെ അച്ഛൻ നിക്കറിട്ടാണോ നിന്റെ കുഴപ്പം? അയാള് നിക്കറിടിയോ തുണിയിലാണ്ട് നടക്കിയോ അതെന്റെ പ്രശ്നമേ അല്ല. അയ്യോ പയ്യെ പറ, കേട്ട നാളെ അങ്ങനെ നടക്കും. ഒറ്റ മൈൻഡാ. ഞാൻ അയാൾക്ക് ബ്രഷ് എടുത്തു കൊടുത്താലേ പല്ലിയാക്കാൻ പറ്റത്തോളോ? അങ്ങനെ പറഞ്ഞോ? ആ, എന്നാ എടുത്ത് കൊടുത്തോളി. എനിക്കറിയാം എന്താ വേണ്ടേന്ന്. വിശ്വം നിന്റെ കാലുകളിൽ പൂത്തിരിക്കത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. നഷ്ടം, എന്റെ മോളെ ഞാൻ ഇവിടെ കെട്ടിച്ചു തന്നത് ഖേദിക്കുന്നുണ്ട്. നടുവയ്യ, എന്നാലും ഇരിക്കാം. പല്ല് വെച്ചില്ല മോളെ. അച്ഛന്റെ ബ്രഷ്, നിന്റെ അച്ഛനൊരു സ്കോച്ച്. താൻ എന്തുകൊണ്ട് എന്റെ മോളെ ജോലിക്ക് വിടുന്നില്ല? എന്റെ കുടുംബത്തിൽ ഒരു പെണ്ണുങ്ങളും ജോലിക്ക് പോയി ചാരിത്രമില്ല, ആണുങ്ങൾ. പിന്നെ നിങ്ങൾക്ക് എന്തുവായിരുന്നു പണി? ഉണ്ടാക്കിയിട്ടു. പിള്ളാരെ? അല്ല, സ്വത്തുക്കള്. കാരണവന്മാര് ഇഷ്ടം പോലെ സ്വത്തുക്കൾ ഉണ്ടാക്കിയിട്ടു. അത് തിന്ന് മുടിപ്പിക്കാനാണ് എന്റെ അപ്പൂപ്പൻ എന്നോട് പറഞ്ഞത്. അച്ഛാ, ഓ, അകത്തോട്ടിരിക്കാം. പതുക്കെ പിടി, നടുവയ്യ. അച്ഛനുണ്ടോ? വിശ്വം തനിക്ക് തന്ത ഉണ്ടോന്ന്? അച്ഛൻ ചോറുണ്ടോന്ന്? ഓ അതെ. എന്റെ മോളെ ചോറ് വെക്കാനും വീട്ടു ജോലി ചെയ്യിക്കാനും തടവിൽ പാർപ്പിച്ചുള്ളോ? വല്ല തടങ്കലിൽ പാർപ്പിച്ചില്ലേ? മര്യാദയ്ക്ക് സംസാരിക്കും. സി വിശ്വം, യെസ്. വിശ്വം നിൻ കാലുകളിൽ പൂത്തിരിക്കത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇയാളെ കാണുമ്പോ ആ പാട്ട് ഓർമ്മ വരും. എന്റെ കളി ആക്കട്ട് മോളെ. സോറി അച്ഛാ, മിണ്ടല്ല. സോറി അച്ഛാ. അച്ഛാ, ഐ വോണ്ട് ടു ബി ഇൻഡിപെൻഡന്റ്. ഓക്കെ, എന്റെ മോക്ക് ഇൻഡിപെൻഡൻസ് ഡേക്ക് എത്ര കൂടി വേണം മോളെ? അച്ഛാ, അച്ഛൻ എനിക്ക് ജോലിക്ക് പോണോന്ന്. ഇവളെ ജോലിക്ക് വിടാത്തല്ല, ജോലിക്ക് വിട്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. എന്നാ നീ അങ്ങ് പോകാൻ എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട്. അതെ, എനിക്ക് നടുവേദന ഉണ്ടായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്റെ മോക്ക് വേണ്ടിയിട്ടാണ്. വിശ്വം, എന്താണോ? തനിക്ക് വിറ്റാമിൻ ഡിയുടെ കുറവുണ്ട്, അതാണ് ഈ നടുവേദന. താനൊരു ബ്ലഡ് ടെസ്റ്റ് എടുത്തു. മോളെ നീ ചെക്ക് ചെയ്തോ? ഇപ്പൊ 30 കഴിഞ്ഞവർക്കാണ് മൊത്തം പ്രശ്നം. വിശ്വം, താനതിൽ അവസാനം വിഷു ഇടുന്ന എന്തിനാടോ? അവക്ക് ഈ സ്വത്ത് വിറ്റ് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവള് ജോലിക്ക് പോട്ടെ. ആ, അപ്പൊ പ്രശ്നം തീർന്നില്ലേ? അപ്പൊ ഡാഡി പോന്നു മോളെ. വിശ്വം, വിശ്വം, നീ കാലിലെ പൂത്തിരി കത്തുന്ന കണ്ടിട്ടുണ്ട് അതല്ലേ? ഒന്ന് പോടോ. പോവല്ലേ? ഈ വിഷു എന്ന് വിളിച്ച് വിഷമിപ്പിക്കാതെ.